ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ ഡിഷായ ഇലയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല രുചിയുള്ള ഇലയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടതിന് ശേഷം ഈ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ മൈദ വെച്ചിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ 3 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ആദ്യം ഇവിടെ 1 കപ്പ് വെള്ളമായിരുന്നു അതൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ കുഴച്ചിട്ട് വന്നപ്പം കുറച്ചധികം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൂസ് ഫോമിൽ വേണം നിങ്ങൾ മൈദ ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി വേണ്ടത് ശർക്കരയാണ്. ഇപ്പം ഞാൻ ഈ ഒരു അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു ഫില്ലിങ്ങിന്. അപ്പോൾ ഞാൻ ആ തേങ്ങ ചെറിയതിലേക്ക് ശർക്കര നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്ത ഇനി വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ ഈ ഒരു സൈസിന് നിങ്ങൾ വാഴയില ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 10 എണ്ണമാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മൈദ ഇല്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇത്ര എടുത്താൽ മതി. ഒരുപാടൊന്നും എടുക്കണ്ട. അത്രയൊന്നും എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ പരത്തി കൊടുക്കുന്നതിന് മുമ്പ് കയ്യിൽ ഒരു സ്വല്പം വെള്ളം ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ പരത്താനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിലും ഈ പരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ വട്ടത്തിലൊന്ന് പരത്തിയിട്ടെടുക്കുക അതൊന്ന്. അപ്പോൾ ഞാൻ ആ മൈദ നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ എല്ലായിടത്തും ഒന്നാകും ഇത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുഴുവൻ ഭാഗത്തും അതിൻ്റെ ഫില്ലിംഗ് ഒന്നാകണം. കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊന്ന് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടിയിട്ട് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന മുഴുവൻ ഇലയിലും അതൊന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ആവി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമുക്കിനി അത് സ്റ്റീമറിലേക്ക് ഓരോന്നായിട്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവനും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. മിനിമം ഒരു 30 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ഇലയപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. ഈ ഇലപ്പം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇലപ്പമാണ്. അപ്പം എന്തായാലും ഒന്ന് തയ്യാറാക്കണം. അപ്പം കുറച്ചും കൂടി ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈദയ്ക്ക് പകരം ആട്ടാപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും മാവൊന്ന് ഇതിന് വേണ്ടിയിട്ട് കുഴച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ ഒരു കൊച്ചു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.